യുവാണ് കെട്ടിടം ഇടിഞ്ഞ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മേയർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരാനിരിക്കുന്നതാണ്. കാരണം ഒന്നല്ല, നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങൾ കാലങ്ങളായി പ്രവർത്തിക്കുന്നതാണ്. അവരെയൊക്കെ പെട്ടെന്ന് കെട്ടിടം അൺഫിറ്റാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊളിച്ചു മാറ്റണം. അപ്പോൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാതെ ഓരോന്നും പൊളിച്ചു മാറ്റേണ്ട ഘട്ടമാവുന്ന മുറയ്ക്ക് മാത്രം അവരെ അതിൽ നിന്ന് മാറ്റുക എന്നൊരു നിലപാടാണ് നേരത്തെ കോർപ്പറേഷൻ എടുത്തു പോന്നിരുന്നത്. അതാണ് പൊതുവായി ഈ കെട്ടിടങ്ങളിലെ എല്ലാം കച്ചവടക്കാരോട് എടുത്തിട്ടുള്ള സമീപനം. അത് തന്നെയാണ് ഇന്നലെ അപകടം സംഭവിച്ച ബിഗ് ബസാറിലെ കെട്ടിടത്തിൻ്റെ കാര്യത്തിലും സ്വീകരിച്ച നിലപാട്. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ വന്നു. തീർച്ചയായും ഈ സംഭവത്തിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ 4 പേരുടെ ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിനോട് തീർച്ചയായിട്ടും കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം ഇത്തരം കെട്ടിടങ്ങളുടെ ബലക്ഷയത്തെ സംബന്ധിച്ച് ശരിയാവണ്ണം യഥാസമയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നലെ തീരുമാനിച്ചു, സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു. ഈ 10-16 കെട്ടിടങ്ങൾ മാത്രമല്ല, കോർപ്പറേഷൻ്റേതായ കെട്ടിടങ്ങൾ, ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബലക്ഷയം ഉള്ളത് കണ്ടെത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയണം. അതിനാവശ്യമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇന്നലെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപ്രകാരം സമീപ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ലഭ്യമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അതാണ് അത് സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, ഇതിനോടനുബന്ധിച്ച് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ള ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ, ഒരുപാട് അവ്യക്തതകൾ ഇങ്ങനെ പറഞ്ഞു വരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിലൊക്കെ കുറേ കൂടി കൃത്യമായി ഈ വക കാര്യങ്ങളിൽ ഇതുവരെ സ്വീകരിച്ചു വന്ന നടപടികളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളോട് ഇനി അങ്ങോട്ട് എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടെ ഒരു അന്വേഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് സഹായകരമാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. മറ്റൊന്ന്, ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. സർക്കാരിൽ നിന്ന് ആ കുടുംബത്തിന് ആവശ്യമായ സഹായം, സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൗൺസിൽ താൽപ്പര്യപ്പെടുന്നു. എന്തായിരുന്നാലും ആ കുടുംബത്തെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായതെല്ലാം, സാധ്യമായതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും നടപടികൾ ഉണ്ടാവും. അടിയന്തരമായി കൊണ്ട് മേയർ ഫണ്ടിൽ നിന്ന് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എന്നുള്ള നിലയ്ക്ക് 1 ലക്ഷം രൂപ നൽകുന്നതിനും, പരിക്ക് പറ്റിയുള്ള ഒരാൾക്ക് 50,000 രൂപ അടിയന്തര സഹായം എന്ന നിലയ്ക്ക് കൊടുക്കണം എന്നും മേയർ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് 1 ലക്ഷം രൂപ. അത് ഒരു അടിയന്തര സഹായം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് സാധ്യമായ സഹായങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ശ്രമം തീർച്ചയായും കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായി ഞാൻ അത് അവസാനിപ്പിക്കുന്നു. പ്രധാനമായും ഈ അപകടാവസ്ഥയിലായ കോർപ്പറേഷൻ്റേതായ ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ, കോർപ്പറേഷൻ്റെ മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായ ഒരു റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് തുടർ നടപടികൾ ആ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ ഇന്നലെ നടന്ന ചില സംഭവങ്ങളുണ്ട്. ഏതൊരു ദുരന്തത്തെയും അങ്ങേയറ്റം ഈ നഗരമാകെ പ്രയാസത്തിൽ നിന്നൊരു സംഭവമാണല്ലോ ഇന്നലത്തേത്. അങ്ങനെ നമ്മുടെ നഗരത്തിനാകെ ദുഃഖം സമ്മാനിച്ച ഇന്നലത്തെ ആ ദുരന്തം കേട്ടത് മുതൽ ഈ നഗരത്തിലാകെ ഏതൊരാൾക്കും അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനെയെല്ലാം ഒരു രാഷ്ട്രീയപരമായ നിലയിലേക്ക് എടുത്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്നലെ ഉണ്ടാക്കിയുള്ളത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കാര്യത്തിലൊരു യോജിപ്പ് പൊതുവായിട്ട് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പച്ചക്കറി മാർക്കറ്റ്, പാളയം പച്ചക്കറി മാർക്കറ്റിൻ്റേത് പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. അത് പ്രകാരം പുതിയ മാർക്കറ്റിന് വേണ്ടി കല്ലുത്താൻകടവിൽ സ്ഥലം കണ്ടെത്തി. ഈ നിലവിലുള്ള മാർക്കറ്റിനേക്കാൾ ആധുനിക സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുള്ള മാർക്കറ്റുകൾ കല്ലുത്താൻകടവിൽ പണിതു. അവിടേക്ക് നമ്മുടെ നിലവിലുള്ള കച്ചവടക്കാരെ മാറ്റാൻ വേണ്ടി കോർപ്പറേഷൻ എത്ര കാലമായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആ കച്ചവടക്കാർ മാറുന്നുണ്ടോ?
യഥാർത്ഥത്തിൽ എന്താ ആ കെട്ടിടത്തിൻ്റെ പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ പുതിയ കെട്ടിടം പണിത് അവിടേക്ക് പുനരധിവാസം കൊടുക്കുക ചെയ്യുന്നത്. നല്ല സൗകര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ശരി. കോഴിക്കോട് മേയറാണ് മാധ്യമങ്ങളെ കണ്ടത്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് മേയറിന്റെ ആവശ്യം. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.